ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടെർമിനോളജീസ് ആണ്. സൈബർ സെക്യൂരിറ്റിയിലെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്? വൾണറബിലിറ്റി ഈസ് എ വീക്ക്നെസ് ഓർ എ ഫ്ലോ ഇൻ എ സിസ്റ്റം, ആപ്ലിക്കേഷൻ ഓർ പ്രോസസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ബൈ എൻ അറ്റാക്കർ ടു കോസ് ഹാം. ഇപ്പോൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അതിനൊരു വീക്കായിട്ടുള്ളൊരു സൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു വീക്കായിട്ടുള്ള സൈഡ് ഒരു അറ്റാക്കറിന് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വൾണറബിലിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു വീടുണ്ട്, ആ വീടിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൊട്ടിയിട്ടുള്ള ഒരു ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ബ്രോക്കൺ ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രോക്കൺ ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൾണറബിലിറ്റിയാണ്. ആരെങ്കിലും പുറത്തുനിന്ന് ആ ഒരു ഈ ഒരു ബ്രോക്കൺ ആയിട്ട് കിടക്കുന്ന ലോക്ക് എടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു വീടിനകത്തേക്ക് കയറാൻ പറ്റും. സോ അതെന്താണ്, ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൾണറബിലിറ്റിയാണ്. ഇതുപോലെ തന്നെയാണ് സിസ്റ്റത്തിലേക്കും വരുമ്പോൾ സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ഇനി സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുന്ന നേരത്തോ എ വൾണറബിലിറ്റി കുഡ് ബി ആൻ അൺപാച്ച്ഡ് സോഫ്റ്റ്വെയർ ബഗ്, വീക്ക് പാസ്വേഡ് ഓർ മിസ്കോൺഫിഗർഡ് സെറ്റിങ്സ്. നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും ബഗ്സ് എന്ത് ചെയ്യുന്നത്, പാച്ച് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ ഈ പാച്ച് ചെയ്യാതിരിക്കുന്ന സോഫ്റ്റ്വെയർ ബഗ്സ്, അതുപോലെ തന്നെ വീക്കായിട്ടുള്ള പാസ്വേഡ്സ് യൂസ് ചെയ്യുക, പാസ്വേഡ് 1 2 3 അതുപോലുള്ള സാധനങ്ങളൊക്കെ എന്താണ്, വീക്കായിട്ടുള്ള സൈഡാണ്, വൾണറബിൾ ആയിട്ടുള്ള ഒരു സൈഡാണ്. അതുപോലെ തന്നെ സെറ്റിങ്സിൽ മിസ്കോൺഫിഗേർഡ് ആയിട്ടുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് തന്നെ യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു വൾണറബിലിറ്റിക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് എന്താണെന്ന് നോക്കാം. എക്സ്പ്ലോയിറ്റ് എന്ന് നോക്കുന്ന നേരത്തെ എന്താണ്, ആൻ എക്സ്പ്ലോയിറ്റ് ഈസ് എ മെത്തേഡ് ഓർ ടൂൾ യൂസ്ഡ് ബൈ ആൻ അറ്റാക്കർ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ വൾണറബിലിറ്റി. ഇപ്പോൾ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വീക്കായിട്ടുള്ള സൈഡ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളോ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ നമ്മൾ എന്ത് പറയും, എക്സ്പ്ലോയിറ്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ തീഫ് യൂസസ് tool to pick that broken lock and break into your house, the tool and technique used in the exploit. ഓക്കെ, ഈ ഒരു എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ആ ഒരു ബ്രോക്കൺ ലോക്ക് ഓപ്പൺ ചെയ്യാൻ അയാൾ ഉപയോഗിച്ചിരിക്കുന്ന ലോക്ക് പിക്കിംഗ് ടൂൾസ് ഉണ്ടാകും. അവരുടെ ഒരു തീഫിൻ്റെ അടുത്തൊക്കെ എന്തുണ്ടാവും, പലതരം ടൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ ടൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഇനി സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുന്ന നേരത്തോ ആൻ എക്സ്പ്ലോയിറ്റ് കുഡ് ബി മാൽവെയർ, സ്ക്രിപ്റ്റ്സ് ഓർ കമാൻഡ്സ് യൂസ്ഡ് ടു ഗെയിൻ അൺഓതറൈസ്ഡ് ആക്സസ് ത്രൂ എ സിസ്റ്റംസ് വൾണറബിലിറ്റി. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റി ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മാൽവെയർ, സ്ക്രിപ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ കമാൻഡ്സ്, ഇതെല്ലാം എന്താണ്, എക്സ്പ്ലോയിറ്റ് ആയിട്ട് കണക്കാക്കും. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഫെറ്റ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിങ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ, അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടോ. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ത്രെറ്റ് ആണ്. ത്രെറ്റ് നമുക്ക് അറിയുന്നത് പോലെ തന്നെ എ ത്രെറ്റ് ഈസ് എനി ആൻറ്റിറ്റി ഓർ ഇവൻറ്റ് ദാറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം ടു യുവർ സിസ്റ്റം ഓർ ഡാറ്റ. നമ്മുടെ സിസ്റ്റത്തിനോ ഡാറ്റയോ ഹാം ചെയ്യുന്ന, അത് നമുക്കൊരു ആപത്ത് എന്നുള്ള രീതിയിൽ വരുന്ന എന്ത് എൻറ്റിറ്റിയും നമ്മളെന്ത് പറയും, ഒരു ത്രെറ്റ് എന്ന് പറയും. ഈ ഒരു എക്സാമ്പിൾ എന്താണ്, എ തീഫ് ഈസ് ദ ത്രെറ്റ് ഇൻ എ ഹൗസ് എക്സാമ്പിൾ അല്ലേ. അവിടെ ഒരു കള്ളൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ത്രെറ്റ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഒരു കള്ളൻ ഉള്ളതാണ്, ദ തീഫാണെന്ന് പറയുന്നത് എന്ത്, ഈ ഒരു ത്രെറ്റ് എന്ന് പറയുന്നത്. ദേ ഹാവ് ദ ഇൻറ്റൻഷൻ ടു കോസ് ഹാം ബൈ ബ്രേക്കിംഗ്. ഇപ്പോൾ നമ്മൾ UAE ഒക്കെ കേട്ടിട്ടുണ്ടാവും, അവിടെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വാതിൽ തുറന്നിട്ട് പോകാം, ആ ഒരു രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കള്ളന്മാർ ഇല്ല എന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന നേരത്ത് ത്രെറ്റ്സ് ക്യാൻ ബി ഹാക്കേഴ്സ്, മാൽവെയർ, ഇൻസൈഡർ ത്രെറ്റ്സ് ഓർ നാച്ചുറൽ ഡിസാസ്റ്റർ. ഹാക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ മാൽവെയർ ഒരാൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ത്രെറ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ അവസാനമായിട്ട് ഇനി റിസ്ക് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. റിസ്കിൻ്റെ ഡെഫിനേഷൻ നോക്കുന്ന നേരത്ത് റിസ്ക് ഇസ് ദ പൊട്ടൻഷ്യൽ ഫോർ ഡാമേജ് വെൻ എ ത്രെറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് വൾണറബിലിറ്റി. ഒരു വൾണറബിലിറ്റി ഉണ്ട്, അതിനെ എന്ത് ചെയ്യാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഡാമേജ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലൈക്ലിഹുഡ് ഓഫ് ആൻ അറ്റാക്ക് ഹാപ്പനിങ് ആൻഡ് ദ ഇമ്പാക്ട് ഇറ്റ് വുഡ് ഹാവ്. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് പഠിക്കാം. If there is a high chance of that the thief will find the broken lock and break in, the risk is high. അല്ലേ, അപ്പോൾ നമുക്ക് ഇഫ് യു ലിവ് ഇൻ എ സേഫ് നെയ്ബർഹുഡ് ദ റിസ്ക് ഇസ് ലോ. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ഒരു റിസ്ക് കൂടാൻ എന്താണ് കാരണം, ഇപ്പോൾ അവിടെ ഒരു ബ്രോക്കൺ ലോക്ക് ഉണ്ട്, അതൊരു കള്ളൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ കള്ളന്മാരൊക്കെ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ആണ് അല്ലേ. ഒരു ബ്രോക്കൺ ലോക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, അവിടെ റിസ്ക് ആണ്.
പകരം ഒരു സേഫ് ആയിട്ടുള്ള നെയ്ബർഹുഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ബ്രോക്കൺ ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആരെന്തില്ല, അകത്തേക്ക് കയറില്ല അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, റിസ്ക് ലോ ആണ്. അപ്പോൾ റിസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ത്രെറ്റ് ഇൻറ്റു വൾണറബിലിറ്റി ഇൻറ്റു ഇമ്പാക്റ്റ്, ഈ ഒരു 3 കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, റിസ്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ ഡോർ വിത്ത് എ ബ്രോക്കൺ ലോക്ക്. പിന്നെ അതുപോലെ തന്നെ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ എ തീഫ് ടാർഗറ്റിംഗ് ഹൗസ് ഇൻ യുവർ ഏരിയ അല്ലേ. ഒരു ബ്രോക്കൺ ലോക്കായിരുന്നു വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കള്ളന്മാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അവരാണ് ഈ ഒരു ത്രെറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലോയിറ്റോ, ഈ കള്ളൻ ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ടാവുമല്ലോ, അതാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. റിസ്ക് എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ദർ എൻ്ററിങ് യുവർ ഹൗസ്. ഇവിടെ കള്ളന്മാരുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കയറാനുള്ള ചാൻസ്, കള്ളന്മാർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ റിസ്ക് കുറയും. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഈ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഓൾ.